യേശുക്രിസ്തുവിന്റെ പ്രകൃതത്തെ കുറിച്ചിട്ട് ജോൺസൺ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. യേശുക്രിസ്തു സത്യ ദൈവമാകുന്നു എന്ന്. യേശുക്രിസ്തുവിന് രണ്ട് നേച്ചർ ഉണ്ട് എന്നുള്ളത്, രണ്ട് പ്രകൃതമുണ്ട് എന്നുള്ളത് ഏതൊരു ക്രിസ്തീയ വിശ്വാസിക്കും അംഗീകരിക്കുന്നതിന് യാതൊരു വൈമുഖ്യവുമില്ല. എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. യേശുക്രിസ്തുവിന് രണ്ട് നേച്ചർ ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് പ്രകൃതമുണ്ട്. ആ രണ്ട് പ്രകൃതത്തിൽ ഒരു പ്രകൃതം മാനുഷികമായിട്ടുള്ള ഒന്നാണ്. അവൻ പൂർണ്ണ മനുഷ്യനാണ്. അതോടൊപ്പം തന്നെ ദൈവം ഒരേ സമയത്ത് ദൈവമായിട്ടും മനുഷ്യനായിട്ടും ഇരിക്കാൻ കഴിയുന്നവൻ ആകയാൽ യേശുക്രിസ്തുവിൽ പൂർണ്ണ മനുഷ്യത്വം അന്തർലീനമായിരിക്കുന്ന പോലെ യേശുക്രിസ്തുവിൽ പൂർണ്ണ ദൈവത്വം അന്തർലീനമാണ്. നരഹരി അല്ല, പകുതി മനുഷ്യനും പകുതി ദൈവവുമല്ല. യേശു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. സാധാരണഗതിയിൽ മുസ്ലിം സഹോദരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉദ്ധരിക്കാറുള്ള ആയത്തുകളോ ഉദ്ധരണികളോ വേദപുസ്തകത്തിൽ നിന്ന് തന്നെ അവരെടുത്ത് കൊണ്ടുവരാറുള്ള വാക്യങ്ങളോ ഒക്കെ യേശുവിന്റെ മനുഷ്യത്വത്തെ പ്രകീർത്തിക്കുന്നതാണ്. അതിന് നമുക്കാർക്കും ഒരു തടസ്സവുമില്ല അത് കേൾക്കുന്നതിനും അംഗീകരിക്കുന്നതിനും. കാരണം അത് പൂർണ്ണമായ സത്യം തന്നെയാണ്. യേശുക്രിസ്തു പൂർണ്ണ മനുഷ്യനാണ്. അതോടൊപ്പം തന്നെ യേശുക്രിസ്തുവിന്റെ പൂർണ്ണ ദൈവികത്വം വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും ആയിരിക്കുന്നത് കൊണ്ടാണ് അവൻ പൂർണ്ണ ദൈവമാകുന്നു എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ യേശുക്രിസ്തുവിനെ അഥവാ മറ്റൊരു ദൈവത്തെ കാണിച്ചു തന്നത് യേശുക്രിസ്തു, അതേപോലെ സ്വയമായി ദൈവത്തിനോട് പ്രാർത്ഥിച്ച ആ യേശുക്രിസ്തുവിനെ യാതൊരു നിവൃത്തിയുമില്ലാതെ ജോൺസണും അംഗീകരിക്കുകയാണ്. എന്നാൽ ജോൺസണ് ഉള്ള ഒരു അഭിപ്രായ വ്യത്യാസം എന്നത് യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വ ഭാഗം മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടുള്ളൂ. എന്നാൽ യേശുക്രിസ്തുവിൽ ദൈവത്വ ഭാഗവുമുണ്ട്, അതും കൂടെ ചർച്ച ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്നു ദൈവം സർവശക്തനായതുകൊണ്ട് തന്നെ ദൈവത്തിന് പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിട്ടിരിക്കാൻ സാധിക്കും. അല്ല എങ്കിൽ ദൈവത്തിന് മനുഷ്യനായി വരുവാൻ സാധിക്കും എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ദൈവത്തിന്റെ ഒരു ഗുണവിശേഷണമായ സർവശക്തൻ എന്ന് പറയുന്ന ആ ഗുണമുള്ളത് കൊണ്ട് ദൈവത്തിന് മനുഷ്യനാകാൻ അല്ലെങ്കിൽ മനുഷ്യനാകാം എന്നുള്ളതിലേക്കാണ് അദ്ദേഹം വിഷയത്തെ എത്തിക്കുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കുക, വേദശാസ്ത്ര പണ്ഡിതനായ എസ് ജി ഗിൽബർട്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് സർവശക്തൻ എന്നാൽ എന്താണെന്ന്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ 40-ാമത്തെ പേജിൽ കാണാം, ദൈവം സർവശക്തനാണ്. ദൈവത്തിന്റെ ശക്തിക്ക് അപ്പുറം മറ്റൊരു ശക്തി പ്രപഞ്ചത്തിലില്ല. പ്രപഞ്ചത്തിൽ ഉള്ള എല്ലാ ശക്തികളും പ്രകൃതി ശക്തി ഉൾപ്പെടെ അവന് കീഴ്പ്പെട്ടാണ് ഇരിക്കുന്നത്. ദൈവത്തിന്റെ ശക്തി ഒരിക്കലും വർദ്ധിക്കുന്നില്ല, കുറയുന്നുമില്ല. ഇനിയും ശ്രദ്ധിച്ചു കേട്ടോളൂ. ദൈവം സർവശക്തനെങ്കിലും ദൈവ പ്രകൃതിക്ക് വിരുദ്ധമായ കാര്യങ്ങളൊന്നും അവൻ ചെയ്യുകയില്ല. താൻ സർവശക്തനെങ്കിലും ശക്തി കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യണമെന്നില്ല. അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ദൈവം ചെയ്യാത്തത് എന്ന് പറയുന്നുണ്ട്. അനീതിയെ അനുകൂലിക്കാൻ സാധിക്കുകയില്ല, സ്വയം നിഷേധിക്കാൻ സാധിക്കുകയില്ല, ഭോഷ്ക് ചെയ്യാൻ കഴിയുകയില്ല, പാപം ചെയ്യാൻ കഴിയുകയില്ല, അതേപോലെ തന്നെ ദുഷ്ടത ചെയ്യാൻ കഴിയുകയില്ല. ഇങ്ങനെ ദൈവം സർവശക്തനായിരിക്കെ തന്നെ ദൈവം ചെയ്യാത്ത ധാരാളം കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ നമ്മൾ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത്, ദൈവം സർവശക്തനാണ് എന്ന് വെച്ചാൽ ദൈവത്തിന് എന്തും ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ ദൈവത്തിന്റെ പ്രകൃതിക്കും സ്വഭാവത്തിനും പരിശുദ്ധിക്കും വിരുദ്ധമായ യാതൊരു പ്രവർത്തനവും അത് ദൈവത്തിൽ നിന്നുണ്ടാവുകയില്ല. ആ അർത്ഥത്തിൽ തന്നെയാണ് പരിശുദ്ധ ഖുർആനും പറയുന്നത് ദൈവം മനുഷ്യനാവുകയില്ല എന്നത്. കാരണം അത് ദൈവത്തിന്റെ പരിശുദ്ധിക്ക് വിരുദ്ധമായ കാര്യമാണ്. കാരണം സർവശക്തനായ ദൈവം, ആകാശഭൂമികളെ സൃഷ്ടിച്ച ദൈവം, ആ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന് അല്പജ്ഞാനത്തിന്റെ അവസ്ഥയിൽ ജീവിച്ച് മലമൂത്ര വിസർജനം നടത്തി വിശപ്പും ദാഹവും ഒക്കെ സഹിച്ച് ഉറങ്ങി ഒക്കെ ജീവിക്കുന്ന ഒരു ദൈവസങ്കല്പം എന്ന് പറയുന്നത് തികച്ചും വൈകല്യമുള്ള ദൈവസങ്കല്പമാണ്. അത് ദൈവത്തിന്റെ പ്രകൃതിക്കും പരിശുദ്ധിക്കും ഇണങ്ങുന്നതല്ല.